എല്ലാം ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കൂ. നമ്മൾ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന ഏതോ ഒരു ക്രിമിനലിനെ വിട്ടുകിട്ടാനല്ല അനൂപ് കടുവ വൈദ്യരെ കിഡ്നാപ്പ് ചെയ്തത്. പിന്നെ അവനു വേണ്ടിയിരുന്നത് കൊള്ളക്കാരിൽ കൊള്ളക്കാരായ കൊടും കുറ്റവാളി അനീഷ് കടുവ ആയിരുന്നു. അനീഷ് കടുവയോ? അവനെ ഞാനാണ് പിടികൂടിയത്, കാട്ടുചാത്തൻ ക്ഷേത്രത്തിലെ നിധി മോഷ്ടിച്ചതിന്. മൈ ഗുഡ്നെസ്! പക്ഷേ അനൂപ് എന്തിന് വൈദ്യരെ തട്ടിയെടുത്ത് ഒരു വിലപേശലിന് മുതിർന്നു? വിലപേശാൻ മാത്രം പ്രാധാന്യമുള്ള വ്യക്തിയാണോ വൈദ്യർ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ അനീഷ് കടുവയെ അതിസാഹസികമായി പിടികൂടിയ ടൈഗർ പോലീസ് അനൂപിനെയും പിടികൂടുമെന്ന് ഞാൻ ധരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ടൈഗറിനെ ഈ കേസേൽപ്പിച്ചത്. എന്നാൽ സ്കോട്ട്ലൻഡിലും ഉക്രൈനിലും പരിശീലനം സിദ്ധിച്ച മഹാനായ ടൈഗറിനെ വിട്ടിച്ച് അനൂപ് കടന്നിരിക്കുന്നു. പറയൂ ടൈഗർ, നിങ്ങൾ എന്തിന് ആ നീചനെ വെറുതെ വിട്ടു? അത് അനൂപിന് ചില കാട്ടുകളരിയുടെ മുറകൾ അറിയാമായിരുന്നു. ഞാനത് മനസ്സിലാക്കിയപ്പോഴേക്കും ഞാൻ മാത്രമല്ല, ഡീമും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ ഒരവസരം കൂടെ തരാം. ആ രാജാവിന് പ്രാന്താടാ. ഇനി എവിടെ പോയ അനൂപിനെ നമ്മൾ കണ്ടുപിടിക്കും? എന്റെ കാട്ടുചാത്ത! ബോസ്, ഞാൻ ഈ കേസ് ആദ്യം മുതലേ ആലോചിക്കുകയായിരുന്നു. ഇനി അതൊക്കെ ആലോചിച്ചിട്ട് എന്തിനാടോ? നമുക്ക് കിട്ടാനുള്ളത് കിട്ടി. ഇനി ആ അനൂപ് കടുവയെ പിടിച്ചു കൊടുത്തില്ലെങ്കിൽ കിട്ടാനുള്ളതിന്റെ ബാക്കി പാർസലായിട്ട് കിട്ടുകയും ചെയ്യും. ബോസ്, എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നതായി എനിക്ക് സംശയമുണ്ട്. സംതിങ് ഈസ് റോട്ടൻ ഇൻ ദി സ്റ്റേറ്റ് ഓഫ് കർണാടക. നീ എന്താണ് ഈ പറയുന്നത്? പൂച്ചയ്ക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറ. അതല്ല ബോസ്, ഉണ്ണി വൈദ്യരെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നറിയിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ നിന്നൊരു ഫോൺ വരുന്നു. കേസ് നമ്മളെ ഏൽപ്പിക്കുന്നു. അറിയാതെയാണെങ്കിലും കിഡ്നാപ്പർ ചേസ് ചെയ്ത് വൈദ്യരെ രക്ഷിക്കുന്നു. കിഡ്നാപ്പർ രക്ഷപ്പെടുന്നു. ഇത്രയുമാണല്ലോ നടന്ന കാര്യങ്ങൾ. അതിലെന്താണ് സ്വാഭാവികമായിട്ടുള്ളത്? ഇതിനിടയിൽ ഒരാൾ, സൂത്രശാലിയായ ഒരാൾ, ഒരു കളി കളിച്ചതായി എനിക്ക് സംശയമുണ്ട് ബോസ്. ആരാണയാൾ?